അപ്പോൾ നമുക്ക് ഇൻവിസിബിൾ ചെയിൻ്റെ അടുത്ത കുറച്ച് കളക്ഷൻസ് കണ്ടേക്കില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ട് ഈ ഒരു വൈറ്റ് പെൻഡന്റ് വന്നെ ഒരു ഫ്ലവർ ടൈപ്പ് പെൻഡന്റ് വന്നെ ഈ ഒരു നെക്ക് പീസ് ആണ്. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ 2 കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഗ്രീൻ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഈ ഒരു ഗ്രീൻ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പിങ്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. അങ്ങനെ 2 ഷെയ്ഡ്സ് ആണ് ഈ ഒരു ഇതിൽ, 3 ഷെയ്ഡ്സ് ആണ് ഈ ഒരു ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ കാണിച്ച നെക്ക് പീസിന്റെ സെയിം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി വലിയൊരു പെൻഡന്റാണ് കണ്ടോ. ഇത് കുറച്ചും കൂടി വലിയ ടൈപ്പ് പെൻഡന്റ് ആണ് വന്നത്. മറ്റേത് ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കുറച്ച് ചെറിയ ടൈപ്പ് പെൻഡന്റ് ആണ് കണ്ടോ. ഡിഫറൻസ് ഉണ്ട് കണ്ടോ. അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതിന്. ഞാൻ അതാണ് ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്തത്. ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ, പക്ഷേ 2 വീഡിയോ ആയിട്ട് ചെയ്യാനതിന് റീസൺ ഇതാണ്. കാരണം നമുക്കിത് കുറച്ച് സൈസ് ഡിഫറൻസ് ഉണ്ട് ഈ വന്നിട്ട്. പക്ഷെ കാണാനും ഒക്കെ സെയിം ആയിട്ടുള്ള പെൻഡന്റ് ആണ് കേട്ടോ. സെയിം മോഡലാണ്, സെയിം പാറ്റേൺ ആണ്, പക്ഷെ സൈസിന് മാത്രം ചെറിയൊരു ഡിഫറൻസ്. സത്യം പറഞ്ഞാൽ ഞാനത് എടുത്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ സൈസിന് ഡിഫറൻസ് വരുന്നത്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞ് ഇവിടെ സാധനം കയ്യിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് സൈസിന് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന്. അപ്പം കുറച്ച് വലിയ ടൈപ്പ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നോക്കാം. അതല്ല കുറച്ച് ചെറിയ ടൈപ്പിൽ മിനിമലായിട്ട് നിൽക്കണം എന്നുള്ള ടൈപ്പിലുള്ളവർക്ക് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ കയ്യിൽ 3 കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസ് എടുക്കണം. അപ്പോൾ ഓക്കെ, ബൈ ടാ.